Good morning all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ നമ്പർ 2. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്ത മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡീൽ ചെയ്തു. അതിനകത്ത് ഡിഫറെൻറ്റ് ആസിഡ് ബേസ് കോൺസെപ്റ്റ് 3 പ്രധാനപ്പെട്ട ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് അതിനുശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ മൊഡ്യൂളിനകത്ത് പ്രധാനമായിട്ടും ഈ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് അസിഡിറ്റി, ബേസിസിറ്റി എന്ന് പറയുന്ന 2 കൺസെപ്റ്റ്, സ്ട്രോങ് ആൻഡ് വീക്ക് ആസിഡ്സ് എന്താണ് അല്ലെങ്കിൽ സ്ട്രോങ് ആൻഡ് വീക്ക് ബേസസ് എന്താണ് എന്നുള്ള ഒരു കാര്യം, അതിനുശേഷം ഈക്വലൻ്റ് വെയിറ്റ് എന്ന കൺസെപ്റ്റും അതിൻ്റെ കാൽക്കുലേഷനും. ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു മൊഡ്യൂളിൽ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ നമ്പർ 2-ൽ പാർട്ട് 2 സെഷൻ. ഫസ്റ്റ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ് സ്ട്രോങ് ആൻഡ് വീക്ക് ആസിഡ്സ് ആൻഡ് ബേസസ്. സ്ട്രോങ് ആസിഡ് എന്താ, വീക്ക് ആസിഡ് എന്താണ്, അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് എന്താണ്, വീക്ക് ബേസ് എന്താണ്, ഈ കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ കൺസെപ്റ്റിൽ സ്ട്രോങ് ആൻഡ് വീക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കംപ്ലീറ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള ആസിഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത് ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ബേസിക് ക്ലാസ്സിൽ ഒരു ഡിസോസിയേഷൻ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതിനകത്ത് നമ്മൾ ഒരുപാട് ആസിഡ്സ് ആൻഡ് ബേസസിൻ്റെ ഡിസോസിയേഷൻ പറഞ്ഞിരുന്നു. HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്, HCl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? HCl ഡിസോസിയേറ്റ് ചെയ്യുന്നത് H+ഉം Cl- ആയിട്ടാണ്. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് H2SO4 ഡിസോസിയേറ്റ് ചെയ്യുന്നത് 2H+ഉം SO4 2- ആയിട്ടാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH Na+ഉം OH- ആയിട്ടാണ്. ഇങ്ങനെ ഡിസോസിയേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഈ ഒരു ബേസിക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു മോളിക്യൂള് NaOH മോളിക്യൂള് അല്ലെങ്കിൽ HCl മോളിക്യൂള് ഡിവൈഡ് ചെയ്ത് H+ഉം Cl- ആയിട്ട് മാറുന്നു വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത്. നമ്മളങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടാണ് പോയിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബീക്കറിനകത്ത് ഒരുപാട് HCl സൊല്യൂഷൻ ഉണ്ടെന്ന് കരുതാം. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ് HCl. ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലുള്ള ബീക്കറിനകത്ത് ഒരു HCl മോളിക്യൂളോ 2 HCl മോളിക്യൂളോ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക, അല്ലേ? ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് HCl മോളിക്യൂൾസ് ആ ഒരു ബീക്കറിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ബീക്കറിനകത്ത് ഞാൻ കുറച്ച് HCl സൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് ഈ സൊല്യൂഷനകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ HCl മോളിക്യൂളും, ഞാൻ പറഞ്ഞു 1, 2, 3 അല്ല, ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് HCl മോളിക്യൂൾ ഉണ്ടാവും. ഈ എല്ലാ HCl മോളിക്യൂളും ഡിവൈഡ് ചെയ്ത് H+ഉം Cl- ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതിനകത്ത് ഓൾറെഡി വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുകയാണ് HCl. അപ്പോൾ ആ ബീക്കറിനകത്ത് ഞാൻ കുറച്ച് HCl സൊല്യൂഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനകത്ത് ഒരുപാട് HCl മോളിക്യൂളുണ്ട്. ഈ ഉള്ള എല്ലാ HCl മോളിക്യൂളും ഓൾമോസ്റ്റ് H+ഉം Cl- ആയിട്ട് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ടാവും. അതിനകത്ത് വളരെ റെയറായിട്ടാണ് നമുക്ക് ഒരു HCl മോളിക്യൂള് മാത്രമായിട്ട്, എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യാതെ, H+ഉം Cl- ആയിട്ട് ഡിവൈഡ് ചെയ്യാതെ ഒറ്റ HCl മോളിക്യൂളായിട്ട് നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ മോളിക്യൂളും ഡിസോസിയേറ്റ് ചെയ്ത് അതിൻ്റെ പ്ലസും മൈനസും ആയിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനത്തെ ആസിഡിനെയോ അല്ലെങ്കിൽ ബേസിനെയോ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസ്. എന്ന് വെച്ചാൽ ഒരു ഡിസോൾവ്ഡ് സ്റ്റേറ്റിൽ എല്ലാ മോളിക്യൂളും കംപ്ലീറ്റായിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പ്ലസും മൈനസും ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആസിഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസ്. ഓക്കെ, നമുക്ക് ആ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സ്ട്രോങ് ആസിഡ്, ആസിഡ്സ് വിച്ച് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായും ഡിസോസിയേറ്റ് ചെയ്യുന്ന ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ആസിഡ്. What is meant by strong acid? A strong acid is an acid which dissociate completely. Okay, എക്സാമ്പിൾ ആയിട്ട് 2 സ്ട്രോങ് ആസിഡ്സിൻ്റെ എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് HCl ആണ്, ഒന്ന് H2SO4 ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും രണ്ടും പൂർണ്ണമായും ഡിസോസിയേറ്റ് ചെയ്യുന്ന 2 ആസിഡാണ്. HCl ഓൾമോസ്റ്റ് എല്ലാ HCl മോളിക്യൂളും H+ഉം Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ 2H+ഉം SO4 2- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം.
ഇനി സ്ട്രോങ് ബേസസ് എന്താണെന്ന് നോക്കാം. താഴെ ടേബിളിന് താഴെ നോക്കൂ. സ്ട്രോങ് ബേസസ് വിച്ച് ഡിസോസിയേറ്റ് കംപ്ലീറ്റ്ലി. പൂർണ്ണമായും ഡിസോസിയേറ്റ് ചെയ്യുന്ന ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോങ് ബേസസ്. എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. NaOH KOH. NaOH എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? Na പ്ലസും OH മൈനസും ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ സോഡിയം ഹൈഡ്രോക്സൈഡ് മോളിക്യൂളും ഈ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷനിൽ Na പ്ലസും OH മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആസിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബേസ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ നോക്കി. അപ്പോൾ എന്തായിരിക്കും വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസസ്? സ്വാഭാവികമായിട്ടും എല്ലാ മോളിക്യൂളും ഡിസോസിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ആസിഡിനെയോ ബേസിനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ്. എന്ന് വെച്ചാൽ നമ്മളുടെ ബീക്കറിൽ, എഗെയിൻ ഞാനൊരു ബീക്കറിലെടുത്തു, കുറച്ച് സൊല്യൂഷൻ എടുത്തു. HCl പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു HCl എത്ര HCl മോളിക്യൂൾ ഉണ്ടോ ഓൾമോസ്റ്റ് അത്രയും മോളിക്യൂളും HCl ഡിസോസിയേറ്റ് ചെയ്ത് H പ്ലസും Cl മൈനസും ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു വീക്ക് ആസിഡ് അല്ലെങ്കിൽ വീക്ക് ബേസ് ആണെങ്കിൽ എല്ലാ മോളിക്യൂളും ഡിസോസിയേറ്റ് ചെയ്തോളണം എന്നില്ല. ചില മോളിക്യൂൾസൊക്കെ മോളിക്യൂളായിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, പ്ലസും മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാതെ കുറേ മോളിക്യൂളെങ്കിലും മോളിക്യൂളായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ അവിടെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടക്കുന്നില്ല, എല്ലാ മോളിക്യൂളും ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല, പകരം പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓൾമോസ്റ്റ് പകുതിൻ്റെ അടുത്ത് മോളിക്യൂൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്ലസും മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള ആസിഡിനെയോ അങ്ങനെയുള്ള ബേസിനെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് വീക്ക് ആസിഡ് ആൻഡ് വീക്ക് ബേസസ്. ഇപ്പോൾ ഡെഫിനേഷൻ നോക്കാം നമുക്ക്. ആദ്യം ടേബിളിൽ മുകളിലുള്ള ടേബിളിലെ റൈറ്റ് സൈഡിൽ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ വീക്ക് ആസിഡ്? ആസിഡ്സ് വിച്ച് ഡിസോസിയേറ്റ് പാർഷ്യലി. പാർഷ്യൽ ഡിസോസിയേഷൻ മാത്രം നടക്കുന്ന ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീക്ക് ആസിഡ്. രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒന്ന് അസറ്റിക് ആസിഡും ഒന്ന് ഓക്സാലിക് ആസിഡുമാണ്. പിന്നെ വീക്ക് ബേസ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ബേസസ് വിച്ച് ഡിസോസിയേറ്റ് പാർഷ്യലി. പകുതി മാത്രം ഡിസോസിയേഷൻ നടക്കുന്ന ബേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വീക്ക് ബേസസ്. രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. NH4OH Na2CO3 ആണ്. അത് മൈൻഡിൽ വയ്ക്കുക. Na2CO3 നമ്മളെ കോൺസെപ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടില്ല H പ്ലസും OH മൈനസും. അത് ഡീറ്റെയിൽ ആയിട്ട് വേറെ പഠിക്കാനില്ലാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. അത് മൈൻഡിൽ വെച്ചാൽ മതി. Na2CO3 ഈസ് എ വീക്ക് ബേസ്. ലാബ് സെഷനിൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ്, ബേസിസിറ്റി ഓഫ് ആൻ ആസിഡ് എന്താണ്? ഓക്കെ, ഒരു ആസിഡിൻ്റെ പ്രോപ്പർട്ടിയാണ് ബേസിസിറ്റി. എപ്പോഴും അത് കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് വളരെ എളുപ്പമുള്ള കൺസെപ്റ്റാണ്, എന്നാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് പലരും തെറ്റിക്കാറുണ്ട്. ബേസിസിറ്റി എന്ന് പറയുമ്പോൾ ബേസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് എഴുതും. അസിഡിറ്റി എന്ന് പറയുമ്പോൾ വേർഡ് മീനിങ് കൊണ്ട്, മീൻസ് വേർഡിലെ സിമിലാരിറ്റി കൊണ്ട് ആ ഒരു അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ആസിഡിൻ്റെ പ്രോപ്പർട്ടി, ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ പ്രോപ്പർട്ടി എന്ന് എഴുതാറുണ്ട്. ലിസൺ കെയർഫുള്ളി. ബേസിസിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് ആൻ ആസിഡ്. അസിഡിറ്റി ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ ബേസ്. ഓക്കെ, ഫസ്റ്റ് വൺ, ബേസിസിറ്റി ഓഫ് ആൻ ആസിഡ്. എന്താണ് ഒരു ആസിഡിൻ്റെ ബേസിസിറ്റി? സിമ്പിൾ ഡെഫിനിഷൻ ഒന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റ് ഇൻ ആൻ ആസിഡ്. ഒരു ആസിഡിലുള്ള ഈസിലി അയോണൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിസിറ്റി. സിമ്പിൾ. HCl നോക്കാം നമുക്ക്. HCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയോണൈസ് ചെയ്യുക, രണ്ടും സെയിം മീനിങ് ആണ്. ഓക്കെ, ഡിസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അയോണൈസ് ചെയ്യുക. HCl അയോണൈസ് ചെയ്യുന്നത് H പ്ലസും Cl മൈനസും ആയിട്ടാണ്. ഓക്കെ, H പ്ലസും Cl മൈനസും. എത്രയ്ക്ക് ഈസിലി അയോണൈസബിളായ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? അപ്പോൾ അതിൽ HCl ഡിസോസിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ അയോണൈസ് ചെയ്തു. അതിനകത്തുനിന്ന് നമുക്ക് എത്ര H പ്ലസ് കിട്ടി? ഒരു H പ്ലസ് ആണ് കിട്ടിയത് അല്ലേ? ദാറ്റ് മീൻസ് HCl പെട്ടെന്ന് അയോണൈസ് ചെയ്തെടുക്കാവുന്ന എത്ര ഹൈഡ്രജൻ ആറ്റമാണുള്ളത്? ഒരു ഹൈഡ്രജൻ ആറ്റമാണുള്ളത്. അതുകൊണ്ടാണ് നമുക്കത് ഡിസോസിയേറ്റ് ചെയ്തപ്പോൾ ഒരു H പ്ലസ് കിട്ടിയത്. ഓക്കെ, സോ HCl ഈസിലി അയോണൈസബിൾ ആയിട്ടുള്ള ഒരു ഹൈഡ്രജൻ ആറ്റമാണുള്ളത്. സോ HClൻ്റെ ബേസിസിറ്റി 1 ആണ്.
എന്തായിരുന്നു ബേസിസിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഈസിലി അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം പ്രസൻറ്റ് ഇൻ ആൻ ആസിഡ്. ഒരു ആസിഡിൽ പ്രസൻറ്റ് ആയിരിക്കുന്ന ഈസിലി അയോണൈസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസിസിറ്റി. HCl-നകത്ത് ഈസിലി അയോണൈസ് ചെയ്തെടുക്കാവുന്ന ഒരു H+ ആണുള്ളത്, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ ആറ്റമാണുള്ളത്. അതുകൊണ്ട് HCl-ൻ്റെ ബേസിസിറ്റി 1 ആണ്. ഓക്കെ, സോ ബേസിസിറ്റി കോൺസെപ്റ്റ് ക്ലിയർ ആണ് തോന്നുന്നു. സോ ബേസിസിറ്റി അനുസരിച്ച് എത്രയായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? താഴെ നോക്കൂ. മോണോ ബേസിക് ആസിഡ് ഉണ്ട്, ഡൈ ബേസിക് ആസിഡ് ഉണ്ട്, ട്രൈ ബേസിക് ആസിഡ് ഉണ്ട്. അങ്ങനെ നമുക്ക് ബേസിസിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ ആസിഡിനെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോവാം. 3-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ നോർമലി ജനറലായിട്ടൊരു പോളി ബേസിക് ആസിഡ് എന്ന് വിളിക്കും. ഓക്കെ, പേരിൽ തന്നെയുണ്ട്. എന്താണ് ഈ മോണോ ബേസിക്, ഡൈ ബേസിക്, ട്രൈ ബേസിക് ആൻഡ് പോളി ബേസിക്? മോണോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം 1 എന്നാണ്. മോണോ ബേസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി 1 ആയിട്ടുള്ള ആസിഡ്. ഡൈ ബേസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി 2 ആയിട്ടുള്ള ആസിഡ്. ഓക്കെ, ട്രൈ ബേസിക് ആണെങ്കിൽ ബേസിസിറ്റി വിൽ ബി 3. പോളി ബേസിക് എന്ന് പറഞ്ഞാൽ 3ൻ്റെ മുകളിലേക്ക് ബേസിസിറ്റി വരുന്ന ആസിഡിനെ ജനറലായിട്ട് നമ്മൾ പറയുന്ന പേരാണ് പോളി ബേസിക് ആസിഡ്. അപ്പോൾ ഫസ്റ്റ് വൺ മോണോ ബേസിക് ആസിഡ് ആണ്. സ്വാഭാവികമായും മോണോ ആണ് ബേസിസിറ്റി, 1 ആണ് ബേസിസിറ്റി. എത്ര ഈസിലി അയോണൈസബിൾ ആയ ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവും? ഒരു ഈസിലി അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റമാണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 1. ബേസിസിറ്റി 1 ആയിട്ടുള്ള ആസിഡിനെ പറയുന്ന പേരാണ് മോണോ ബേസിക് ആസിഡ്. എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, നിങ്ങൾക്കറിയാം HCl, H+ഉം Cl- ആയിട്ട് മാറും. 2 നൈട്രിക് ആസിഡാണ്, HNO3. എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുക? H+ഉം NO3-ഉം. എഗെയിൻ എത്ര H+ ഉണ്ട്? ഒരു H+ ആണുള്ളത്. സോ ബേസിസിറ്റി ഈക്വൽ ടു 1. നെക്സ്റ്റ് വൺ അസറ്റിക് ആസിഡാണ്. അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല നമ്മൾ എഴുതിയതാണ്, CH3COOH. ഓക്കെ, അസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കുക. അസറ്റിക് ആസിഡ് CH3COOH-ലെ ലാസ്റ്റ് ഹൈഡ്രജനാണ് നമുക്ക് അയോണൈസ് ചെയ്ത് പുറത്തേക്ക് കിട്ടുക. നിങ്ങൾക്കതല്ലാതെ ആ ലാസ്റ്റുള്ള COOൻ്റെ കൂടെയുള്ള ഹൈഡ്രജൻ അല്ലാതെ ഫസ്റ്റ് CH3 കാർബണിൻ്റെ കൂടെ ഒരു 3 ഹൈഡ്രജൻ ആറ്റം കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. മൊത്തം 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലേ? CH3 കാർബണിൻ്റെ അടുത്ത് 3 എണ്ണവും ലാസ്റ്റ് ഓക്സിജൻ്റെ അടുത്ത് 1 എണ്ണവും. സോ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവണ്ടേ, ബേസിസിറ്റി 4 ആവണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ശ്രദ്ധിക്കുക, ഈസിലി അയോണൈസ് ചെയ്ത് നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ നമ്പറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ. ഈ കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റം, 3 ഹൈഡ്രജൻ ആറ്റം അയോണൈസബിൾ അല്ല. എന്ന് വെച്ചാൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്ലിറ്റ് ചെയ്ത് പുറത്ത് വരാൻ പാകത്തിനുള്ള ഹൈഡ്രജൻ അല്ല. അതൊരിക്കലും ഡിസോസിയേറ്റ് ചെയ്ത് പുറത്ത് വരാറില്ല. അത് ആ കാർബണിൻ്റെ കൂടെ അങ്ങനെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റമാണ്. പുറത്തേക്ക് വരുന്നത്, ഈസിലി അയോണൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് ലാസ്റ്റ് ഓക്സിജനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റമാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അസറ്റിക് ആസിഡ് എപ്പോഴും ഡിസോസിയേറ്റ് ചെയ്യുക ഇങ്ങനെയാണ്, ശ്രദ്ധിക്കുക. ലാസ്റ്റത്തെ H+ മാത്രം പെട്ടെന്ന് പുറത്തേക്ക് വരും. ബാക്കിയുള്ളത് ഒരു റാഡിക്കലായിട്ട്, അസറ്റേറ്റ് അയോൺ എന്ന് പറയുന്ന റാഡിക്കലായിട്ട് മാറും. ഏതാണ് ആ റാഡിക്കൽ? അപ്പോൾ ബാക്കി വരിക ഒരു H+ പോയാൽ CH3COO-. ഓക്കെ, കാർബണിനോടുള്ള ഹൈഡ്രജൻ അയോണൈസബിൾ അല്ല. അയോണൈസബിൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓക്സിജൻ്റെ അടുത്തുള്ള ഹൈഡ്രജൻ മാത്രമാണ്. Dissociation will be like this. CH3COOH will be giving H++ CH3COO-. സോ എത്ര അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അസറ്റിക് ആസിഡിൽ? ഒരെണ്ണം മാത്രമേ ഉള്ളൂ. സോ അസറ്റിക് ആസിഡ് ഈസ് എ മോണോ ബേസിക് ആസിഡ്. ബേസിസിറ്റി 1 ആയിട്ടുള്ള ആസിഡാണ്. ഓക്കെ, ഈ ഒരു ഡൈ ബേസിക് ആസിഡിന് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സൾഫ്യൂരിക് ആസിഡ് H2SO4, 2H++ SO4 2- ആണ്, 2 H+ ഉണ്ട്. സോ ബേസിസിറ്റി 2. അടുത്തത് കാർബോണിക് ആസിഡ് H2CO3. ഡിസോസിയേഷൻ എങ്ങനെയായിരുന്നു? 2H++ CO3 2- ആയിരുന്നു, 2 H+ ഉണ്ട്, ബേസിസിറ്റി 2 ആണ്, ഡൈ ബേസിക് ആസിഡാണ്. ഓക്സാലിക് ആസിഡ് കറക്റ്റ് ഫോർമുല നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. H2C2O4 2H2O ആണ്. നമ്മളിവിടെ സൗകര്യത്തിന് H2C2O4 എന്ന് എഴുതിയെന്നേ ഉള്ളൂ. H2C2O4 എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുക? 2H++ C2O4 2-, 2 H+ ആണ്, ബേസിസിറ്റി 2 ആണ്. ഓക്കെ, ട്രൈ ബേസിക് ആസിഡിന് എക്സാമ്പിൾ. ട്രൈ ബേസിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ബേസിസിറ്റി 3 ആയിട്ടുള്ള ആസിഡ്. എത്ര അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം കാണണം?
3 അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് കാണണം. സോ ബേസിസിറ്റി 3 ആയിട്ടുള്ള ആസിഡ്. എക്സാമ്പിൾ ഫോസ്ഫോറിക് ആസിഡ് H3PO4. എങ്ങനെയാണ് ഡിസോസിയേഷൻ? 3H++ PO4 3-. ഓക്കെ, സോ ബേസിസിറ്റി കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. എത്ര അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അത്രയുമാണ് ആസിഡിൻ്റെ ബേസിസിറ്റി. ബേസിസിറ്റി ഈസ് ദ നമ്പർ ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റംസ് പ്രസൻറ്റ് ഇൻ ആൻ ആസിഡ്. നെക്സ്റ്റ് കോൺസെപ്റ്റ്, ഒരു ബേസിൻ്റെ അസിഡിറ്റി എന്താണ്? ആദ്യം നമ്മൾ പഠിച്ചു ആസിഡിൻ്റെ ബേസിസിറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഒരു ബേസിൻ്റെ അസിഡിറ്റി. ഓക്കെ, അസിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് അയോണൈസബിൾ OH- ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ഇൻ എ ബേസ്. ഒരു ബേസിനകത്ത് അടങ്ങിയിരിക്കുന്ന ഈസിലി അയോണൈസബിൾ ആയിട്ടുള്ള OH- ഗ്രൂപ്പിൻ്റെ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിഡിറ്റി. എഗെയിൻ അസിഡിറ്റിക്ക് അനുസരിച്ച് മോണോ ആസിഡിക് ബേസ്, ഡൈ ആസിഡിക് ബേസ്, ട്രൈ ആസിഡിക് ബേസ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണോ ആസിഡിക് ബേസ് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അസിഡിറ്റി 1 ആയിട്ടുള്ള ബേസ്. എക്സാമ്പിൾ നോക്കൂ, സോഡിയം ഹൈഡ്രോക്സൈഡ്. എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്? Na+ഉം OH- ആയിട്ടാണ്. എത്ര OH- ഉണ്ട്? ഒരു OH- ആണ് ഉള്ളത്. സോ അസിഡിറ്റി 1 ആണ്. So NaOH is a mono acidic base. Okay, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയാലും ഡീകമ്പോസ് ചെയ്യുന്നത് K+ഉം OH- ആയിട്ടാണ്. ഒരു OH- തന്നെയാണുള്ളത്. സോ അസിഡിറ്റി 1 ആണ്. അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് നെക്സ്റ്റ്. ഇറ്റ് ഈസ് NH4OH. NH4OHൽ നിങ്ങൾ ജസ്റ്റ് ഡിസോസിയേഷൻ വെറുതെ ജസ്റ്റ് അവിടെ എഴുതിയെന്നേ ഉള്ളൂ. NH4OHൽ OH- അവിടെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്, അല്ലാതെ NH4ൻ്റെ അപ്പുറത്തേക്കല്ല ഡീകമ്പോസ് ചെയ്യുന്നത്. OH- മാത്രമാണ് ഡീകമ്പോസ് ചെയ്ത് പോരുന്നത്. അതിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ച് കൺസിഡർ ചെയ്യേ വേണ്ട എന്നറിയാനാണ് ജസ്റ്റ് അവിടെ എഴുതിയിരിക്കുന്നത്. OH- മാത്രമാണ് പുറത്തേക്ക് വരിക. എത്ര OH- ആണുള്ളത്? ഒരു OH- ബാക്കിയുള്ള ഹൈഡ്രജൻ എല്ലാം NH4+ എന്നുള്ള രീതിയിൽ മാറി നിൽക്കുകയാണ് ചെയ്യുക. സോ ഒരു OH- ആണ് ഡിസോസിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അസിഡിറ്റി 1 ആണ്. അടുത്തത് ഡൈ ആസിഡിക് ബേസ് ആണ്. ഡൈ ആസിഡിക് ബേസ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റി 2. ദാറ്റ് മീൻസ് വിച്ച് കണ്ടെയ്ൻ 2 OH- ഗ്രൂപ്പ്സ്. എക്സാമ്പിൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ഡിസോസിയേഷൻ എങ്ങനെയായിരുന്നു? Ca2++ 2 OH-, 2 OH- കിട്ടും. സോ അസിഡിറ്റി ഈക്വൽ ടു 2. നെക്സ്റ്റ് വൺ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. Mg2++ 2 OH- ആണ്, 2 OH ഉണ്ട്, അസിഡിറ്റി 2 ആണ്. ബേരിയം ഹൈഡ്രോക്സൈഡ് അഗെയിൻ Ba2++ 2 OH-. ഓക്കെ, അസിഡിറ്റി 2 ആയിട്ടുള്ള ബേസസ്. നെക്സ്റ്റ് വൺ ട്രൈ അസിഡിക് ബേസ് ആണ്. എന്ന് വെച്ചാൽ അസിഡിറ്റി 3 ആയിട്ടുള്ള 3 OH- ഗ്രൂപ്പുള്ള ആസിഡ്സ്. എക്സാമ്പിൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഡിസോസിയേഷൻ വരുന്നത് Al3++ 3 OH- എന്നാണ്. ഓക്കെ, 3 OH- തരുന്നതുകൊണ്ട് നമുക്ക് അതിനെ ട്രൈ അസിഡിക് ബേസ് എന്ന് വിളിക്കാം. സോ ബേസിസിറ്റി ആൻഡ് അസിഡിറ്റി ക്ലിയർ ആണെന്ന് കരുതുന്നു. എഗെയിൻ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, കോൺസെപ്റ്റ് എളുപ്പമുള്ള കോൺസെപ്റ്റാണ്, പക്ഷെ സ്ഥിരമായിട്ട് തെറ്റിക്കുന്നത് അത് ഏതിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ളിടത്താണ്. ബേസിസിറ്റി ആസിഡിൻ്റെ പ്രോപ്പർട്ടിയും അസിഡിറ്റി ബേസിൻ്റെ പ്രോപ്പർട്ടിയുമാണ്, തിരിച്ചെഴുതരുത്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് ഇക്വലൻ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി മോളിക്കുലർ വെയിറ്റ് പഠിച്ചു അല്ലേ? വളരെ ഈസി ആയിരുന്നു മോളിക്കുലർ വെയിറ്റ്. നമ്മൾ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ വെയിറ്റ് കണ്ടുപിടിക്കുന്നത്? ആ മോളിക്യൂളിനകത്ത് എത്ര ആറ്റം ഉണ്ട് നോക്കും, ആ ആറ്റത്തിൻ്റെ എല്ലാ ആറ്റമിക് വെയിറ്റും കൂടെ ആഡ് ചെയ്തിടും മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നമ്മൾ വാട്ടറിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിരുന്നു. 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വെയിറ്റ് പ്ലസ് ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ വെയിറ്റ്. അങ്ങനെ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആയിരുന്നു മോളിക്കുലർ വെയിറ്റ്. നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ള കോൺസെപ്റ്റാണ് ഇക്വലൻ്റ് വെയിറ്റ്. എന്താണ് ഒരു കോമ്പൗണ്ടിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ്? ഇപ്പോൾ ജനറലി നമ്മൾ ഇക്വലൻ്റ് വെയിറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നമ്മളൊരു ജനറൽ ഡെഫിനിഷൻ പറയാറ്, ഒരു പെർട്ടിക്കുലർ കെമിക്കൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കെമിക്കൽ അത് വേറൊരു കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യണം. ഓക്കെ, ലിസൺ, ഒരു റിയാക്ഷനിൽ ഒരു പെർട്ടിക്കുലർ കെമിക്കൽ മറ്റൊരു കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു കെമിക്കൽ അത് എത്ര വെയിറ്റാണ്, അത് എത്ര ക്വാണ്ടിറ്റിയാണ് മറ്റൊരു കെമിക്കലിൻ്റെ ഒരു ഡെഫിനിറ്റ് പാർട്ടായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ആ
വെയ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വലൻ്റ് വെയ്റ്റ്. കൺഫ്യൂസ്ഡ് ആവേണ്ട, ഒരുപാട് ആലോചിച്ച് കൺഫ്യൂഷൻ ആവുകയും വേണ്ട, ജസ്റ്റ് ഒരു ജനറൽ കൺസെപ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇക്വലൻ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എ കെമിക്കൽ വിച്ച് കമ്പൈൻ വിത്ത് എ certain quantity of the chemical against which is reacting. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ജനറൽ കൺസെപ്റ്റിലേക്ക് പോകാതെ നമുക്ക് ഇവിടെ ഒരു ആസിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ബേസിൻ്റെ ഈക്വലൻ്റ് വെയ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഡെഫിനേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ആ ഡെഫിനേഷനിലേക്ക് വരാം. ഇവിടെ നമ്മൾ ആസിഡിൻ്റെ ഈക്വലൻ്റ് വെയ്റ്റ് എന്താണ്, ബേസിൻ്റെ ഈക്വലൻ്റ് വെയ്റ്റ് എന്താണ് എന്നുള്ള കോൺസെപ്റ്റാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം നോക്കാം ഈക്വലൻ്റ് വെയ്റ്റ് ഓഫ് ആൻ ആസിഡ്. ഈക്വലൻ്റ് വെയ്റ്റ് ഓഫ് ആൻ ആസിഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ആസിഡ്, ഒരു പെർട്ടിക്കുലർ വെയ്റ്റ് ഓഫ് ആസിഡ്. ഓക്കെ, എത്ര എമൗണ്ട് ആസിഡാണ്, ഓക്കെ, എത്ര എമൗണ്ട് ആസിഡാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വെയ്റ്റിൻ്റെ 1.008 പാർട്ടുമായിട്ട് എമൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ദി ആസിഡ് വിച്ച് കണ്ടെയ്ൻ 1.008 part by weight of ionizable hydrogen atom. ഹൈഡ്രജൻ 1.008 പാർട്ടിൻ്റെ ഹൈഡ്രജൻ്റെ 1.008 പാർട്ടിനോട് കൃത്യമായ എമൗണ്ട് കണ്ടെയ്ൻ ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ വെയ്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഇക്വലൻ്റ് വെയ്റ്റ്. ഈ 1.008 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹൈഡ്രജൻ്റെ ആറ്റോമിക് വെയ്റ്റ് ആണ്. ഓക്കെ, കൃത്യം 1.008 ആണ്, പക്ഷെ നമ്മൾ പറയുമ്പോൾ സൗകര്യത്തിനാണ് 1 ഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റത്തിനോട് റിയാക്ട് ചെയ്യേണ്ടി വരുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ വേറെ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 12 ഗ്രാം ഓഫ് കാർബണിനോട് റിയാക്ട് ചെയ്യേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമ്മൾ സാധാരണ ഇക്വലൻ്റ് വെയ്റ്റ് പറയാറ്. ഇതൊരു ആസിഡിൻ്റെ കാര്യം പറയുന്നതായതുകൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ്റെ കാര്യമായിട്ട് തന്നെ എടുത്ത് ഹൈഡ്രജൻ്റെ 1.008 പാർട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, കൺഫ്യൂസ്ഡ് ആവേണ്ട, ഒരു ജനറൽ കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇക്വലൻ്റ് വെയ്റ്റിനെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി വേറൊരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി സബ്സ്റ്റൻസുമായിട്ട് റിയാക്ട് ചെയ്യേണ്ട എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വലൻ്റ് വെയ്റ്റ്. അപ്പോൾ ഇവിടെ ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക, എമൗണ്ട് ഓഫ് ആസിഡ് വിച്ച് കണ്ടെയ്ൻ 1.008 പാർട്ട് ബൈ വെയ്റ്റ് ഓഫ് അയണൈസബിൾ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, പെട്ടെന്ന് അയണൈസ് ചെയ്തെടുക്കാവുന്ന ഹൈഡ്രജൻ്റെ 1.008 പാർട്ട് കണ്ടെയ്ൻ ചെയ്യുന്ന ആസിഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വലൻ്റ് വെയ്റ്റ്. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആണ്, എങ്ങനെയായിട്ടും കോൺസെപ്റ്റ് ക്ലിയർ അല്ല എങ്കിൽ താഴെ അതിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇക്വലൻ്റ് വെയ്റ്റ് ഇസ് ഈക്വൽ ടു മോളിക്കുലർ വെയ്റ്റ് ബൈ ബേസിസിറ്റി. ജസ്റ്റ് ആ ഇക്വേഷൻ എഴുതിയാലും മതി. എങ്ങനെയാണ് ഇക്വലൻ്റ് വെയ്റ്റ് കണ്ടുപിടിക്കുക? മോളിക്കുലർ വെയ്റ്റ് ഓഫ് ദി ആസിഡ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. എത്രയാണ് ആസിഡിൻ്റെ ബേസിസിറ്റി, ആ കാര്യം മാത്രം എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് ഇക്വലൻ്റ് വെയ്റ്റ് ഓഫ് എ ബേസ് ആണ്. ഒരു ബേസിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ വെയ്റ്റ് ഓഫ് എ ബേസ് വിച്ച് എക്സാക്ട്ലി ന്യൂട്രലൈസ് വൺ ഇക്വലൻ്റ് ഓഫ് ആസിഡ്. ഒരു ഇക്വലൻ്റ് ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് ബേസ്, കൃത്യം എമൗണ്ട് ഓഫ് ബേസിനാണ് നമ്മൾ ബേസിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ആ കൺസെപ്റ്റിൻ്റെ ഡെഫിനിഷൻ അവിടെ തന്നേ ഉള്ളൂ. അഥവാ കൺഫ്യൂസ്ഡ് ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഇക്വേഷൻ മാത്രം എഴുതാം. ബേസിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് മോളിക്കുലർ വെയ്റ്റ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി. ബേസിൻ്റെ മോളിക്കുലർ വെയ്റ്റിനെ അസിഡിറ്റി ഓഫ് എ ബേസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് ഇക്വലൻ്റ് വെയ്റ്റ്. അപ്പോൾ ആ ഡെഫിനേഷനിൽ കൺഫ്യൂഷൻ ഉള്ളവർ ബോക്സിനകത്തുള്ള ഇക്വേഷൻ മാത്രം ചോദിക്കുന്ന സമയത്ത് എന്താണ് ഇക്വലൻ്റ് വെയ്റ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ബോക്സിനകത്തുള്ള ഇക്വേഷൻ എന്തായാലും എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വലൻ്റ് വെയ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും ബൈ ഹാർട്ട് ചെയ്യുക. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് കുറച്ച് ബേസിൻ്റെയും ആസിഡിൻ്റെയും ഇക്വലൻ്റ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ പ്രോബ്ലം, കാൽക്കുലേറ്റ് ഇക്വലൻ്റ് വെയ്റ്റ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. എങ്ങനെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ? ഇക്വലൻ്റ് വെയ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്, ഒന്ന് മോളിക്കുലർ വെയ്റ്റ് ഓഫ് HCl, 2 ആസിഡാണ്, സോ ബേസിസിറ്റി ഓഫ് HCl. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം HClൻ്റെ ബേസിസിറ്റി നോക്കാം. HClൽ എത്ര അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ഒരു അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റമാണ് അല്ലേ. HClൻ്റെ ഡീകമ്പോസിഷൻ നമുക്കറിയാം, H++Cl-. സോ ഒരു അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റമാണുള്ളത്. സ്വാഭാവികമായും ബേസിസിറ്റി 1. ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 1.
ഇനി HClൻ്റെ മോളിക്കുലർ വെയിറ്റ് നിങ്ങൾക്കറിയാം കാൽക്കുലേറ്റ് ചെയ്യാൻ, എന്നിരുന്നാലും അതിൽ എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ എഴുതി പോവാം. HClൻ്റെ മോളിക്കുലർ വെയിറ്റ് ഇസ് ഈക്വൽ ടു ഒരു ഹൈഡ്രജൻ്റെ വെയിറ്റ് പ്ലസ് ഒരു ക്ലോറിൻ്റെ വെയിറ്റ്. ഹൈഡ്രജൻ്റെ വെയിറ്റ് 1 gram ആണ്, ക്ലോറിൻ്റെ വെയിറ്റ് 35.5 gram ആണ്. HClൻ്റെ ടോട്ടൽ മോളിക്കുലർ വെയിറ്റ് 36.5. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിസിറ്റിയും കിട്ടി, മോളിക്കുലർ വെയിറ്റും കിട്ടി. ഇനി എങ്ങനെയാണ് ഇക്വലൻ്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HCl is equal to molecular weight of HCl divided by basicity of HCl. Molecular weight 36.5, basicity 1. Equivalent weight എത്ര വരും? 36.5 gram. HClൻ്റെ equivalent weight 36.5 gram. ഓക്കെ, രണ്ടാമത്തത് കാൽക്കുലേറ്റ് equivalent weight of sulfuric acid എന്ന് വെച്ചാൽ ഫോർമുല H2SO4. ഓക്കെ, അത് നമ്മൾ അഗെയിൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ബേസിസിറ്റി കണ്ടുപിടിക്കാൻ പോവാണ്. നിങ്ങൾക്കറിയാം H2SO4ൽ എത്ര അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റമാണ്? 2 അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റമാണ്. ബേസിസിറ്റി 2 ആണ്, അല്ലെങ്കിൽ ഡൈബേസിക് ആസിഡ് ആണ്. മോളിക്കുലർ വെയിറ്റ് ഓഫ് H2SO4 is equal to, എങ്ങനെ മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? 2 ഹൈഡ്രജൻ്റെ വെയിറ്റ് പ്ലസ് ഒരു സൾഫറിൻ്റെ വെയിറ്റ് പ്ലസ് 4 ഓക്സിജൻ്റെ വെയിറ്റ്. ഒരു ഹൈഡ്രജൻ 1 gram ആണ്, ഒരു സൾഫർ 32 gram ആണ്, ഒരു ഓക്സിജൻ 16 gram ആണ്. ടോട്ടൽ 98 gram ആണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് വരിക. അപ്പോൾ മോളിക്കുലർ വെയിറ്റും കിട്ടി, ബേസിസിറ്റിയും അറിയാം. എങ്ങനെയാണ് ഇക്വലൻ്റ് വെയിറ്റ് കണ്ടുപിടിക്കുക? ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് H2SO4 is equal to molecular weight of H2SO4 divided by basicity of H2SO4. So molecular weight 98, basicity 2. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് വരുന്നത് ഇറ്റ്സ് 49 gram. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണം നമ്മൾ നോക്കി. മൂന്നാമത്തത് ഒരു ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. സോ നമ്മൾക്ക് എന്തൊക്കെ വേണം? 1 മോളിക്കുലർ വെയിറ്റ് വേണം, 2 ബേസ് ആയതുകൊണ്ട് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ അസിഡിറ്റി എത്രയാണെന്ന് അറിയണം. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഒരു അയോണൈസബിൾ OH- ആണുള്ളത്. സോ അസിഡിറ്റി ഈസ് ഈക്വൽ ടു 1. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലർ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. 1 Na പ്ലസ് 1 ഓക്സിജൻ പ്ലസ് 1 ഹൈഡ്രജൻ. എത്രയാണ് ടോട്ടൽ മോളിക്കുലർ വെയിറ്റ്? ടോട്ടൽ മോളിക്കുലർ വെയിറ്റ് ഇസ് ഈക്വൽ ടു 40 gram. Equivalent weight of NaOH is equal to molecular weight of NaOH divided by acidity of NaOH. 40 gram divided by 1, which is equal to 40 gram. Equivalent weight of NaOH is equal to 40 gram. നാലാമത്തത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. എഗെയിൻ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവാം. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ 2 അയോണൈസബിൾ OH- ആണുള്ളത്. സോ അസിഡിറ്റി 2 ആണ്. മോളിക്കുലർ വെയിറ്റ് ഓഫ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസ് ആണ് അല്ലേ? ഒരു കാൽഷ്യം ഉണ്ട്, OH ട്വൈസ് ആയതുകൊണ്ട് ആ രണ്ടിനും ബാധകമാണ്. ഓക്സിജനും ബാധകമാണ്, ഹൈഡ്രജനും ബാധകമാണ്. സോ 2 ഓക്സിജൻ പ്ലസ് 2 ഹൈഡ്രജൻ. So total 74 gram. Equivalent weight of COH twice is equal to molecular weight of COH twice divided by acidity of CaOH twice. 74 divided by 2, which is equal to 37. Okay. അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വലൻ്റ് വെയിറ്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഓക്സാലിക് ആസിഡ്. അതൊന്ന് ശ്രദ്ധിച്ചേ. ഓക്സാലിക് ആസിഡ് H2C2O4, 2H2Oയും കൂടി ഉണ്ട്. നമ്മുടെ സൗകര്യത്തിന് H2C2O4 എന്ന് എഴുതിയതാണ്. H2C2O4ൽ എത്ര അയോണൈസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? ഞാൻ പറഞ്ഞു 2H2O ഡിസോസിയേഷൻ പറയുന്ന സമയത്ത് നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു. 2H2O അയോണൈസേഷൻ നടക്കുന്ന സ്റ്റേജൊക്കെ എത്തുമ്പോഴേക്കും 2H2O അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? H2C2O4 മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2H++ C2O4 2- ആയിട്ടാണ്. എത്ര H+ ഉണ്ട്? 2 H+ ഉണ്ട്. സോ ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി മോളിക്കുലർ വെയിറ്റ് ഓഫ് H2C2O4 2H2O എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? H2C2O4ൽ ആദ്യം എഴുതാം. H2C2O4ൽ 2 ഹൈഡ്രജൻ, 2 കാർബൺ, 4 ഓക്സിജൻ പ്ലസ് അതിൻ്റെ കൂടെ എത്ര വാട്ടർ മോളിക്യൂളും കൂടി ഉണ്ട്? 2 വാട്ടർ മോളിക്യൂളും കൂടി ഉണ്ട്. ഓക്കെ, ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ വെയിറ്റ് നമുക്കറിയാം 18 gram ആണ്. 2 വാട്ടർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് 2 × 18. ഓക്കെ, എല്ലാം കൂടെ ആഡ് ചെയ്താൽ വിൽ ബി ഗെറ്റിംഗ് 126 gram. 126 gram ആണ്
ഓക്സാലിക് ആസിഡിന് മോളിക്കുലർ വെയിറ്റ്. ഇക്വലൻറ്റ് വെയിറ്റ് ഓഫ് H2C2O4 എങ്ങനെ കിട്ടും? മോളിക്കുലർ വെയിറ്റ് ഓഫ് H2C2O4 ഡിവൈഡഡ് ബൈ ബേസിസിറ്റി ഓഫ് H2C2O4. മോളിക്കുലർ വെയിറ്റ് 126 gram ആണ്. ബേസിസിറ്റി 2 അയണൈസബിൾ ഹൈഡ്രോജൻ ആറ്റം ആണുള്ളത്. സോ ബേസിസിറ്റി 2 ആണ്. സോ ഇക്വലൻറ്റ് വെയിറ്റ് ഇസ് ഈക്വൽ ടു 63 gram. 63 gram ആണ് ഓക്സാലിക് ആസിഡിൻ്റെ ഇക്വലൻറ്റ് വെയിറ്റ്. അപ്പോൾ ഞാൻ താഴെ ഇതെല്ലാം കൂടെ ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോമ്പൗണ്ടിൻ്റെ പേര്, ഇക്വലൻറ്റ് വെയിറ്റ്. അപ്പോൾ അതിനകത്ത് ഞാൻ കോമ്പൗണ്ടിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടിട്ടുള്ളൂ. ഇക്വലൻറ്റ് വെയിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നോക്കി എഴുതിയത് ഇതിലേക്ക് എഴുതുക. ഇനി എങ്ങാനും ടേബിളിൽ നിങ്ങൾക്ക് തരാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇതിനകത്തേക്ക് എഴുതാൻ. കാൽക്കുലേഷൻ റഫ് പാർട്ടായിട്ട് ചെയ്യുക. ഇതിനകത്ത് എന്തുമാത്രം മതി? ഈക്വലൻറ്റ് വെയിറ്റ് മാത്രം മതി. നമുക്ക് ഈക്വലൻറ്റ് വെയിറ്റിൻ്റെ ക്വിക്ക് റെഫറൻസിന് എക്സാമിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി പോകാനാണ് ടേബിൾ ഫോമിലേക്ക് മാറ്റി നോട്ടിൽ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തിടാൻ പറയുന്നത്. സോ അതിനകത്ത് കാൽക്കുലേഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. ജസ്റ്റ് ഈക്വലൻറ്റ് വെയിറ്റ് എത്രയാണ് എന്നുള്ളത് മാത്രം ആ ടേബിളിനകത്തേക്ക് എഴുതിയിട്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ആ ടേബിളിൽ ലാസ്റ്റ് ഒരു Na2CO3 തന്നിട്ടുണ്ട്. നമുക്ക് ലാബിനകത്ത് എപ്പോഴും ആവശ്യം വേണ്ടി വരുന്ന ഒരു വീക്ക് ബേസ് ആണ് സോഡിയം കാർബണേറ്റ്. അതിൻ്റെ ഈക്വലൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ്. ആ കൺസെപ്റ്റ് ഇക്വേഷൻ കൺസെപ്റ്റ്. ഈക്വലൻറ്റ് വെയിറ്റിന് പല കൺസെപ്റ്റും ഉണ്ട്. അതിലൊന്ന് മാത്രമാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഈ ഇക്വേഷൻ. ഏതോ മോളിക്കുലർ വെയിറ്റ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റി എന്ന് പറയുന്ന ഇക്വേഷൻ. അതല്ലാതെയും ഈക്വലൻറ്റ് വെയിറ്റ് കണ്ടുപിടിക്കാം. ഒരു റിയാക്ഷൻ്റെ കംപ്ലീറ്റ് ഇക്വേഷൻ എഴുതി നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് ഈക്വലൻറ്റ് വെയിറ്റ്. ഒരു പെർട്ടിക്കുലർ എമൗണ്ടിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ, ഒരു പെർട്ടിക്കുലർ എമൗണ്ടായിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടാണ്. ആ കൺസെപ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ Na2CO3യുടെ ഈക്വലൻറ്റ് വെയിറ്റ് കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ ആ കൺസെപ്റ്റ് നമുക്ക് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനില്ല, അതുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾക്ക് എന്തുമാത്രം നോക്കിയാൽ മതി, Na2CO3യുടെ ഈക്വലൻറ്റ് വെയിറ്റ് 53 gram ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? മോളിക്കുലർ വെയിറ്റിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ലാബിൽ പറയുന്ന സമയത്ത് പ്രാക്ടിക്കൽ സെഷനിൽ നമ്മൾ ആ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് പറയാം എങ്ങനെയാണ് Na2CO3യുടെ ഈക്വലൻറ്റ് വെയിറ്റ് 53 ആയിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പ്രോബ്ലത്തിൽ സാധാരണ രീതിയിൽ ചോദിക്കാറുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആ ഒരു ടേബിൾ ഫോമിൽ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ബാക്കി ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളിന്ന് നോട്ട് വയ്ക്കാൻ. അതിനകത്ത് ഇല്ലാത്തത് ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ മാത്രം, ഈക്വലൻറ്റ് വെയിറ്റിൻ്റെ വാല്യൂ മാത്രം ഈ ടേബിളിനകത്തേക്ക് എഴുതി വയ്ക്കാം. ക്വിക്ക് റെഫറൻസിനുള്ളതാണ്. ടേബിളിനകത്ത് കൊണ്ടുപോയി തെറ്റിച്ച് വെക്കരുത്. കൃത്യമായിട്ട് നോക്കി എഴുതി വയ്ക്കുക. അത് കിട്ടുന്നില്ല എങ്കിൽ ജസ്റ്റ് കാൽക്കുലേഷൻ ഒന്നുകൂടി ചെയ്ത് നോക്കുക എങ്ങനെയാണ് കിട്ടിയതെന്ന്. അത് കിട്ടി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ടേബിളിലേക്ക് എഴുതുക. ഓക്കെ. താങ്ക് യു.